നമസ്കാരം. BMS ഡോക്ടർ ചാറ്റിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. നമുക്കറിയാം, ആശുപത്രികളിലേക്ക് ആളുകൾ വരുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ ഒക്കെ വരുമ്പോഴാണ്. അത് ഭേദമാകും വരെ ഒരു ഭീതിയുടെയും സങ്കടത്തിൻ്റെയും ഒക്കെ നിഴലുകൾ ഉണ്ടായേക്കാം. പക്ഷേ ശുഭസൂചകമായി ഒരു സന്തോഷ വാർത്തയെ സ്വീകരിക്കുവാനായി ആളുകൾ എത്തുന്നത് ഒരു കുഞ്ഞുണ്ടാകുന്ന ഘട്ടത്തിലാണ്. അപ്പോൾ ആ ഒരു കുഞ്ഞിനെ നൽകി മാതാപിതാക്കളിൽ ഏറ്റവും കൂടുതൽ സന്തോഷം പകർത്തുന്ന ആ മൊമെൻറ്റിന് സാക്ഷ്യം വഹിക്കുന്നത് ഗൈനക്കോളജിയിലെ ഡോക്ടർമാരാണ്. ഇന്ന് നമുക്കിപ്പോൾ ഉള്ളത് അങ്ങനെ ഒരു ഗസ്റ്റാണ്. തൊടുപുഴ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് HODയുമായ ഡോക്ടർ മീന സോമനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. വെൽക്കം മാം. നമസ്കാരം. ഒരുപക്ഷെ തൊടുപുഴക്കാർക്ക് ഏറെ പരിചയമുള്ള ഒരു വ്യക്തിയായതുകൊണ്ട് ഒരുപാടൊന്നും മേഡത്തിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. 30 വർഷങ്ങൾക്ക് മേളിലായി ഇവിടെ, അല്ലേ? അതെ. അപ്പോൾ ഇന്ന് സംസാരിക്കുന്ന വിഷയം നമ്മുടെ അമ്മയാകാൻ പോകുന്ന സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ ഗർഭകാലത്തിലൂടെ സഞ്ചരിക്കുന്ന സ്ത്രീകൾക്ക് പ്രയോജനപ്പെട്ടേക്കാവുന്ന ഒരു ടോക്കിനാണ് മാമിനെ ഞങ്ങൾ ക്ഷണിച്ചത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഓക്കെ. അപ്പോൾ മാം, പ്രീനാറ്റൽ ആൻറ്റിനാറ്റൽ കെയറിനെ കുറിച്ചാണ് മാമിൽ നിന്ന് ഞങ്ങൾക്ക് അറിയേണ്ടത്. സിംപ്ലി ഒന്ന് പറയൂ, എന്താണ് ഈ പ്രീനാറ്റൽ ആൻഡ് ആൻറ്റിനാറ്റൽ കെയർ, അതിൻ്റെ പ്രാധാന്യവും? ഒരു ആരോഗ്യമുള്ള അമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ ഒരു ആരോഗ്യമുള്ള കുഞ്ഞ് ജനിക്കുകയുള്ളൂ. ഒരമ്മയുടെ ഗർഭകാല ആരോഗ്യത്തിൻ്റെ പ്രതിഫലനമാണ് ആരോഗ്യമുള്ള ഒരു കുഞ്ഞ്. പ്രീനേറ്റൽ കെയർ എന്ന് പറഞ്ഞാൽ ഗർഭിണിയാകുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കരുതലെടുക്കണം. പ്രീനേറ്റൽ കെയറിന് ഇപ്പോൾ വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഗർഭിണിയാകുന്നത് തന്നെ പെൺകുട്ടിയുടെ പ്രായം 30കൾക്ക് ശേഷമാണ്. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രഗ്നൻസി ഷുഡ് ബി പ്ലാൻഡ്. ഞാനങ്ങ് പ്രഗ്നൻ്റ് ആയിപ്പോയി, ഇനി എന്നാ ചെയ്യണം, അങ്ങനെയല്ല. നമ്മൾ പ്രഗ്നൻസി പ്ലാൻഡായിട്ട് വേണം സംഭവിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, 30ന് ശേഷമുള്ള ഗർഭധാരണമെന്ന് പറയുമ്പം തന്നെ പലർക്കും ജീവിതശൈലി രോഗങ്ങളുണ്ടാകും. ഉദാഹരണത്തിന് ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ ഓർ BP, തൈറോയിഡ് ഇൽനസ്, പിന്നെ ചില പാരമ്പര്യ രോഗങ്ങൾ. ഇങ്ങനെ ഉള്ളവർ ഗർഭിണി ആകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടിട്ട് ഞാൻ എന്ത് കരുതലൊക്കെ എടുക്കണം, എൻ്റെ ഈ പ്രീ എക്സിസ്റ്റിംഗ്, അതായത് നിലവിലുള്ള കണ്ടീഷൻസ് അണ്ടർ കൺട്രോളാണോ? കാരണം ഇതൊക്കെ ഗർഭത്തെ ദോഷകരമായി ബാധിക്കുന്ന സംഗതിയാണ്. അതുപോലെ തന്നെ ചില മരുന്നുകൾ കഴിക്കുമ്പോൾ, ഉദാഹരണത്തിന് എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ അപസ്മാരം, ഇതിന് കഴിക്കുന്ന ചില മരുന്നുകൾ മാറ്റേണ്ടതുണ്ട്. അതൊക്കെ ടെററ്റോജനിക്ക്, കുഞ്ഞിന് ഹാംഫുള്ളായിട്ടുള്ളതാണ്. അപ്പോൾ അതിനെ ചേഞ്ച് ചെയ്യുക. പിന്നെ ബ്ലഡ് ഷുഗർ വെൽ കൺട്രോളായി വെക്കുക. പാരമ്പര്യ രോഗങ്ങൾ, ചില ഹാർട്ട് ഡിസീസ്, അവരോട് ഒരിക്കലും പ്രഗ്നൻ്റ് ആകരുതെന്ന് പറഞ്ഞിട്ടുള്ളവരായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ട് അതൊക്കെ പൂർണ്ണമായിട്ടും കൺട്രോളിലാക്കിയിട്ട് വേണം പ്രഗ്നൻസിക്ക് ശ്രമിക്കണം. അപ്പോൾ അതിനാണ് പ്രീനേറ്റൽ കെയർ എന്ന് പറയുന്നത്. ആൻറ്റിനേറ്റൽ കെയർ എന്ന് പറഞ്ഞാൽ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞിട്ട് ഉള്ള കെയർ, അതായത് ഗർഭകാലം, പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്നത് മുതൽ ഡെലിവറി വരെയുള്ളതാണ് ഗർഭകാലം. ആ ഗർഭകാലത്ത് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ആൻറ്റിനേറ്റൽ കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ആൻറ്റിനേറ്റൽ കാലഘട്ടത്തിൽ എത്ര തവണ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡോക്ടറെ കാണണം, എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് കാണുന്നത്? ഇപ്പം പ്രഗ്നൻസി ടെസ്റ്റ് നമുക്ക് വീട്ടിൽ ചെയ്യാം. യൂറിൻ സ്ട്രിപ്പ് ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവാണെന്ന് കണ്ട ഉടൻ തന്നെ ഡോക്ടറെ കാണണം. ആദ്യ ചെക്കപ്പിൽ തന്നെ നമ്മൾ വിശദമായിട്ട് ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കണം. അവരുടെ ഒരു ജനറൽ ചെക്കപ്പ്, BP, അവരുടെ വെയ്റ്റ്, ഹീമോഗ്ലോബിൻ ലെവല്, ബ്ലഡ് ടെസ്റ്റുകൾ, ഉദാഹരണത്തിന് ബ്ലഡ് ഷുഗർ എസ്റ്റിമേഷൻ, ബ്ലഡ് ടെസ്റ്റുകൾ, യൂറിനകത്ത് ഇൻഫെക്ഷൻ ഉണ്ടോ എന്നുള്ള അറിയാനുള്ള ടെസ്റ്റുകൾ, ഇതൊക്കെ ആദ്യ ചെക്കപ്പിൽ തന്നെ വേണ്ടുന്നതാണ്. അതിൻ്റെ കൂടെ ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട്, ഒരു സ്കാനിങ്. ഈ ആദ്യ സ്കാൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന വയബിലിറ്റി സ്കാൻ എന്നാണ് നമ്മൾ പറയുന്നത്. പിടിച്ചിരിക്കുന്ന നോർമലാണോ, പ്രഗ്നൻസി നോർമലാണോ, അത് ട്യൂബിലല്ല. ട്യൂബൽ പ്രഗ്നൻസിക്ക് നമ്മൾ എക്ടോപിക് എന്നാണ് പറയുന്നത്. എക്ടോപിക് അല്ല, നോർമൽ പ്രഗ്നൻസിയാണ്. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് മെൻസ്ട്രൽ പീരീഡ് LMP അത് കറക്റ്റാണോ, പിന്നെ ട്വിൻസാണോ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആദ്യ ചെക്കപ്പിൽ തന്നെ അറിയാൻ പറ്റും. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിതെല്ലാം കൺഫേം ചെയ്ത് ഡോക്ടർ എല്ലാം ഡോക്യുമെൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 28 ആഴ്ച, അതായത് 7ാം മാസം വരെ മാസത്തിൽ 1 വീതം കണ്ടിരിക്കണം. 28 മുതൽ 36, അതായത് 9ാം മാസം വരെ 2 ആഴ്ച കൂടുമ്പം കാണണം. 36 മുതൽ പ്രസവിക്കുന്നിടം വരെ ആഴ്ചയ്ക്ക് കാണണം. ഇതാണ് സാധാരണയുള്ള ഒരു ചെക്കപ്പിൻ്റെ രീതി. മാഡം പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് സ്കാനിങ് സമയത്ത് നമ്മൾ കാണുന്ന എന്തൊക്കെയാണ്, കുട്ടിയുടെ എന്തൊക്കെ മാറ്റങ്ങളാണ് കാണുന്നത്? ഈ ഗർഭകാലത്തെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം.
3 ഭാഗങ്ങളായിട്ട്, അതായത് പോസിറ്റീവായിട്ടുള്ള ആദ്യത്തെ 3 മാസം, അതിന് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നു. 3 മുതൽ 6 മാസം വരെയുള്ള സമയമാണ് സെക്കൻഡ് ട്രൈമസ്റ്റർ. 6 മുതൽ 9 വരെ തേർഡ് ട്രൈമസ്റ്റർ. അപ്പോൾ നമ്മളിപ്പം പറഞ്ഞു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്. നമ്മളൊരു സ്കാൻ ചെയ്യണം, അത്യാവശ്യം ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, BP ഒക്കെ റെക്കോർഡ് ചെയ്യണം, ഡോക്ടറെ കണ്ടിരിക്കണം. പിന്നെ അടുത്തത് വരുന്ന സെക്കൻഡ് ട്രൈമസ്റ്ററാണ്, അതായത് 12 ആഴ്ച മുതൽ ഉള്ള 6 മാസം വരെയുള്ള കാലഘട്ടം. അവിടെയാണ് നമുക്ക് പ്രധാനമായിട്ടും ND സ്കാൻ എന്ന് പറഞ്ഞൊരു സ്കാനുണ്ട്. ന്യൂക്കൽ ട്രാൻസ്ലൂസൻസി സ്കാൻ എന്നാണ് അതിനെ വിളിക്കുന്നത്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ജനിതക വൈകല്യങ്ങൾ, അതായത് ക്രോമസോമൽ ഡിഫക്റ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനുള്ള ടെസ്റ്റാണ് ND സ്കാന്. പ്രധാനമായിട്ട് 3 ക്രോമസോമൽ വൈകല്യങ്ങളാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ട്രൈസോമി 21, ട്രൈസോമി 13 ആൻഡ് 18. ഇതിലേറ്റവും കോമണസ്റ്റാണ് നമ്മൾ വിളിക്കുന്ന ട്രൈസോമി 21. ഈ ട്രൈസോമി 21നെയാണ് നമ്മൾ ബുദ്ധിമാന്ദ്യം എന്ന് പറയുന്നത്. ഇതിൻ്റെ എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ എന്ന് അറിയാനാണ് ND സ്കാൻ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ ബ്ലഡ് ടെസ്റ്റും ഉണ്ട്, ഡബിൾ മാർക്കർ, ട്രിപ്പിൾ മാർക്കർ, ക്വാർട്ടിപ്പിൾ മാർക്കർ. അതിനെ സപ്ലിമെൻറ്റ് ചെയ്യാനാണ്, ഈ സ്കാനിനെ സപ്ലിമെൻറ്റ് ചെയ്യാനാണ് ഈ ടെസ്റ്റുകൾ. അടുത്ത സ്കാൻ വരുന്നത് 5-ാം മാസത്തിലാണ്. 5-ാം മാസം എന്ന് പറഞ്ഞാൽ 18 മുതൽ 22 ആഴ്ച വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് നമ്മൾ സാധാ വൈകല്യങ്ങളുണ്ടോ എന്ന് അറിയാനുള്ള അനോമലി സ്കാൻ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒരു സ്കാനും കൂടെ പിന്നെ പറയാറുള്ളൂ, അത് ഗ്രോത്ത് സ്കാനാണ്. അത് തേർഡ് ട്രൈമസ്റ്ററിൽ വളർച്ചയൊക്കെ എങ്ങനെയുണ്ട്, ഓക്കെ ആണോ, വെയിറ്റ് എങ്ങനെയുണ്ട്, എല്ലാം അസസ് ചെയ്യാൻ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കൊരു 24 ആഴ്ചയൊക്കെ ആകുമ്പോൾ ഒരു ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് വരുന്നുണ്ട്. അതായത് ബ്ലഡ് ഷുഗർ നോർമലാണോ. ഇന്ന് നമ്മുടെ ഇടയിൽ ഗർഭത്തിലെ പ്രമേഹം വളരെയധികം കൂടുതലാണ്. ഞങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഗർഭിണികളിൽ പ്രമേഹം കാണുന്ന 10 to 20% ഞങ്ങളുടെ തുടക്കത്തിലൊക്കെ. പക്ഷേ ഇപ്പം നമ്മളുടെ OPയിൽ വരുന്നതിൽ ഒരു 70 മുതൽ 80% ഗർഭിണികൾക്കും ഗർഭത്തിലെ പ്രമേഹം പിടിക്കപ്പെട്ടവരാണ്. അപ്പോൾ ഈ GTT ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. ഒപ്പം തന്നെ മാം കുറച്ച് വാക്സിനേഷൻസും കൂടെ ഉണ്ടല്ലോ, അതെന്തൊക്കെയാണെന്നും കൂടെ ഒന്ന് പറയൂ. പ്രധാനമായിട്ടും എടുക്കേണ്ടത് ടെറ്റനസ് ടോക്സോയിഡാണ്. അത് നമ്മൾ 3 മാസത്തിനുള്ളിൽ എടുത്തിരിക്കണം. ഇപ്പം ടെറ്റനസ് ടോക്സോയിഡ് മാത്രമായിട്ടല്ല കൊടുക്കുന്നത്, ടെറ്റനസും ഡിഫ്തീരിയയും കൂടെ TD വാക്ക് എന്ന് പറയുന്നതാണ് കൊടുക്കുന്നത്. അതാണ് ഗവൺമെൻറ് ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ഡിഫ്തീരിയയും ടെറ്റനസും വരാതിരിക്കണം. അത് 2 ഡോസാണ്. ഫസ്റ്റ് ഡോസ് നമ്മൾ 3 മാസത്തിൽ കൊടുക്കും, പിന്നെ 4 മുതൽ 6 ആഴ്ചയ്ക്ക് ശേഷം അതിൻ്റെ ബൂസ്റ്റർ ഡോസും കൊടുക്കും. പ്രധാനമായും ഇതേ ഉള്ളൂ നമുക്ക്. പിന്നെ ഓപ്ഷണലായിട്ടുള്ള വാക്സിനാണ് ഇൻഫ്ലുവൻസ വാക്സിൻ. ഈ തണുപ്പൊക്കെയുള്ള സമയത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ അത് നിർബന്ധമായിട്ടും എടുക്കാറുണ്ട്. നമുക്കത് എടുക്കുന്നത് നല്ലത് തന്നെയാണ്, ഇൻഫ്ലുവൻസ വാക്സിൻ. പിന്നെ ചിലർ ഈ റേബീസ് വാക്സിൻ എടുത്തുകൊണ്ടിരുന്നതാണ്, പ്രഗ്നൻ്റായി ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിക്കും. അത് കണ്ടിന്യൂ ചെയ്യാം. ഇനി പ്രഗ്നൻസി സമയത്ത് ഒരു പൂച്ച മാന്തുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അവർക്ക് റേബീസ് വാക്സിൻ എടുക്കുന്നതിന് യാതൊരു കോൺട്രാ ഇൻഡിക്കേഷനും ഇല്ല. പിന്നെ നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാം ഗർഭിണികളെ നിർബന്ധിച്ച് എടുപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വാക്സിനുണ്ട്, കോവിഡ് വാക്സിൻ. കോവിഡ് വാക്സിൻ എപ്പോഴും ഗർഭിണികൾക്ക് ഏത് സമയത്തും എടുക്കാവുന്നതാണ്. ഇത്രയാണ് പ്രധാനമായുള്ള വാക്സിനേഷൻസ്. അപ്പം ഒരു നോർമൽ പ്രഗ്നൻസിയിൽ കൂടെ സഞ്ചരിക്കുന്ന ആളുകൾക്ക് ഇത്രയൊക്കെ ആവും. അതുകൂടാതെ പക്ഷേ കുറച്ച് കോംപ്ലിക്കേഷൻസ് വരാറുണ്ടല്ലോ പലപ്പോഴും. ശാരീരിക അസ്വസ്ഥതകൾ നോർമലി ഉള്ളതിനേക്കാൾ കൂടുതലായിട്ട് അനുഭവപ്പെടാൻ സാധ്യതയുള്ളത് എന്തൊക്കെയാണ്? ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഗർഭത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്ന അമിത ക്ഷീണം, വിശപ്പില്ലായ്ക, ഓക്കാനം, ഛർദി, ഇതൊക്കെയാണ് ആദ്യത്തെ മാസങ്ങളിൽ കാണപ്പെടുന്ന. ഇതിനെ ലക്ഷണങ്ങളെന്ന് തന്നെ വിളിക്കാം. സാധാരണയായി ഇതിനൊന്നും ഒരു ട്രീറ്റ്മെൻറ്റും ആവശ്യമില്ല. പക്ഷേ ഒരു പരിധിയിൽ കൂടുതൽ ഛർദ്ദിച്ചു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ വരണം, ട്രിപ്പ് എടുക്കണം. കണ്ടമാനം ക്ഷീണം വരും, അപ്പോൾ ട്രിപ്പ് എടുത്തേ പറ്റൂ. പിന്നെ നമുക്ക് ഈ ഗർഭകാല ലക്ഷണങ്ങൾക്ക് ചെറിയ ഹോം റെമഡീസൊക്കെ ചെയ്യാൻ പറ്റും. ധാരാളം വെള്ളം കുടിക്കുക, ചെറിയ തോതിലുള്ള ഭക്ഷണങ്ങളായിട്ട് കഴിക്കുക. പിന്നെ ചിലർ പറയും എനിക്ക് ജിഞ്ചർ ടീ കഴിച്ചാൽ നല്ലതാണ്, ജിഞ്ചർ ക്യാൻഡി കഴിച്ചാൽ നല്ല. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ലക്ഷണങ്ങളെ നമുക്ക് കംപ്ലീറ്റ് ഇല്ലാതാക്കാൻ പറ്റില്ല. നമുക്ക് സഹിക്കാവുന്ന ലെവലിലേക്ക് അതിനെ കൊണ്ടുവരിക. പിന്നെ പറ്റാതെ വരുമ്പോൾ ഹോസ്പിറ്റലൈസ് ചെയ്യുക. സെക്കൻഡ് ട്രൈമസ്റ്റർ ആയി കഴിയുമ്പോൾ, അതായത് 3 മുതൽ 6 മാസമാകുമ്പോൾ കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടെ ബെറ്റർ ആവും. എന്താണെന്ന് വെച്ചാൽ വിശപ്പൊക്കെ ആകും, ക്ഷീണം കുറയും, അപ്പം ഭക്ഷണം കഴിക്കാനൊക്കെ തോന്നും. എന്നാലും ചില പ്രശ്നങ്ങൾ വരാം. ആസിഡിറ്റി, വയറ് കമ്പിക്കൽ, മലബന്ധം, ചിലർക്ക് ബാക്ക് ഏക്ക് പറയാറുണ്ട്. ഇതും ഇപ്പം ആസിഡിറ്റിയൊക്കെ വന്നാൽ നമ്മൾ ഫ്രീക്വൻ്റായിട്ട് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൂടെ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും.
പിന്നെ ബാക്ക് ഏക്ക് അധികവും നമ്മുടെ ആ പ്രഗ്നൻസിയിൽ ഒരു പ്രത്യേക പോസ്ചറാണല്ലോ, വയറ് മുന്നോട്ട് തള്ളി ബാക്ക്, അതൊക്കെ നമ്മൾ അത്യാവശ്യം റെസ്റ്റ് എടുക്കുക ഒക്കെ ചെയ്ത് മാറ്റാവുന്നേ ഉള്ളൂ. ഈ വരുന്ന അസിഡിറ്റി മാഡം പറഞ്ഞല്ലോ, അതൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്, എനിക്കൊക്കെ ഉണ്ടായിരുന്നൊരു ബുദ്ധിമുട്ടാണ്. അതിന് മരുന്നാണോ അതോ ഭക്ഷണക്രമം തന്നെയാണോ? നമുക്ക് മരുന്ന് കഴിക്കാം. പിന്നെ ഇത് പ്രഗ്നൻസിയിലെ ചില ഹോർമോൺസ് ഗ്യാസ്ട്രോ ഈസഫാജിയൽ സ്ഫിൻഡറിനെ ഡയലേറ്റ് ചെയ്യുമ്പോഴാണ് ഈ വയറ്റിൽ കിടക്കുന്ന ആസിഡ് കണ്ടന്റ് മുകളിലോട്ട് കയറി വരുന്നത്. അപ്പം കിടക്കുമ്പം ഒന്ന് അല്പം പില്ലോ ഇട്ട് ഒന്ന് സെമി റെക്കംബൻ്റ് പൊസിഷൻ, അതായത് പതുക്കെ ചാരിയിരിക്കുന്ന രീതിയിലൊന്ന് കിടക്കുക. പിന്നെ ഒത്തിരി എരിയും പുളിയുള്ള ഭക്ഷണം ഒഴിവാക്കുക. പിന്നെ പാല് നല്ലതാണ്, പാല് മധുരമില്ലാത്ത തണുത്ത പാല് കുടിക്കുന്നത് നല്ലതാണ്. അങ്ങനെയുള്ള ചില ഇപ്പോഴത്തെ അമ്മച്ചിമാർക്കൊക്കെ അറിയാം അതിൻ്റെ ഹോം റെമഡീസ് എന്താണെന്ന്. പിന്നെ 3rd ട്രൈമസ്റ്ററിലേക്ക് നമ്മളങ്ങ് പോകുമ്പം പിന്നെ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു കംപ്ലൈൻ്റാണ് മസിൽ ക്രാംസ്. മസിൽ ക്രാംസ്, അതിന് നമ്മളൊരു ചെറിയ മസിൽ മസേജിങ്, സ്ട്രെച്ചിങ്, പിന്നെ ഡീഹൈഡ്രേഷൻ ഒഴിവാക്കുക, നല്ലപോലെ വെള്ളം കുടിക്കണം. പിന്നെ കാൽസ്യം, മഗ്നീഷ്യം അടങ്ങിയ ഗുളികകൾ ഒക്കെ നല്ലത് തന്നെയാണ് മസിൽ ക്രാംസിന്. ഇതിലൊക്കെ ഉപരിയായിട്ട് ഒരു 20 to 30 മിനിറ്റ് വാക്കിംഗ് വളരെ നല്ലതാണ്. അതായത് ഒരു മൈൽഡ് ഫോം ഓഫ് എക്സസൈസ് മസിൽ ക്രാംസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ നല്ലത് തന്നെയാണ്. അതുപോലെ തന്നെ ഭക്ഷണക്രമം മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അമ്മമാരൊക്കെ പറയാറുണ്ട്, നീ ഇപ്പോൾ 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം, അപ്പോൾ പിന്നെ ചിലത് ഒഴിവാക്കാൻ പറയാറുണ്ട്. അപ്പം പ്രധാനപ്പെട്ട സപ്ലിമെൻ്റ് ഭക്ഷണക്രമം, പിന്നെ ഈ പപ്പായ, പൈനാപ്പിൾ, KFC ചിക്കനൊക്കെ ചില സമയത്ത് കൊടുക്കാറില്ല കഴിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ശരിയായ ഒരു നിർദ്ദേശങ്ങൾ ഒന്ന് പറയൂ. തീർച്ചയായും ആര്യയുടെ ഈ ക്വസ്റ്റ്യൻ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. കാരണം ഇന്നിപ്പം നമ്മളുടെ വീടുകളിൽ പലരും അണുകുടുംബങ്ങളാണ്, ഭാര്യയും ഭർത്താവും തന്നെയുള്ളൂ. ഭാര്യ ജോലിക്ക് പോകുന്നു, ഭർത്താവ് ജോലിക്ക് പോകുന്നു, ഞാൻ എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെയാണ് കഴിക്കാൻ മേലാത്തത്, ഒരുപാട് സംശയങ്ങളാണ്. നമ്മൾ ഗർഭിണികളുടെ ആഹാരക്രമം വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടെ വേണം കുഞ്ഞിന് വേണ്ട എല്ലാ പോഷകങ്ങളും കിട്ടാൻ എന്ന് കരുതി അമ്മ ഓവർ ഈറ്റിംഗ് ആവരുത്. വളരെ ലൈറ്റായിട്ടുള്ള കഴിക്കണം. 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. കാരണം 2 പേർക്കുള്ള പോഷകമാണ് നമ്മൾ കഴിക്കേണ്ടത്. ഒരു അഡീഷണലായിട്ട് ഒരു 300 കാലറീസിൻ്റെ ആവശ്യമുള്ളൂ. അതിനുവേണ്ടി കൂടുതലായിട്ടൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. പ്രധാനമായിട്ടും നമ്മൾ 3 മെയിൻ മീൽസ് അങ്ങനെയാണല്ലോ നമ്മൾ കേരളീയർ കഴിക്കുന്നത്, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഇതിന് പകരം 5 അല്ലെ 6 മീൽസായിട്ട് കഴിക്കുക. അതായത് ഇടവിട്ട് കഴിക്കുക, ഒരു 1-2 മണിക്കൂർ ഇടവിട്ട്. പണ്ടത്തെ അമ്മച്ചിമാർ പറയും ഗർഭിണി കുറിച്ചുകൊണ്ട് നടക്കണമെന്ന്, അതാണ് കറക്റ്റായിട്ടുള്ള മെത്തേഡ്. ഇടവിട്ട് കഴിക്കണം. പിന്നെ ഉള്ളത്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ അളവാണ് കൂട്ടേണ്ടത്. പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ 2 തരം പ്രോട്ടീനുണ്ട്, ആനിമൽ പ്രോട്ടീൻസും വെജിറ്റബിൾ പ്രോട്ടീൻസും. ആനിമൽ പ്രോട്ടീൻസ് പ്രധാനമായിട്ടും പാൽ ഉൽപ്പന്നങ്ങളും, മത്സ്യം, മാംസം, പിന്നെ മുട്ട. ഇപ്പം മുട്ടയൊരു സൂപ്പർ ഫുഡായിട്ടാണ് കരുതിയിരിക്കുന്നത് അല്ലേ? വളരെ എല്ലാ ഇതിനകത്തും മുട്ട പറയുന്നു. ഗർഭിണിക്ക് മുട്ട വളരെ നല്ലത് തന്നെയാണ്. വെജിറ്റേറിയൻസ് ആണെങ്കിൽ പാലുൽപ്പന്നങ്ങളും ധാരാളമായി ഉൾപ്പെടുത്താൻ നോക്കണം. അതോടൊപ്പം തന്നെ പൾസസ്, നട്ട്സുകൾ ഒക്കെ ആഹാരത്തിൽ, പരിപ്പ്, പയറുവർഗ്ഗങ്ങളൊക്കെ നല്ലപോലെ ഉൾപ്പെടുത്തിയാൽ മതി. പിന്നെ നമ്മൾ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണങ്ങളെന്ന് പറയുന്നത് പച്ചക്കറികളും പഴങ്ങളും, നാര് അടങ്ങിയ ഭക്ഷണങ്ങൾ, പിന്നെ ഇലക്കറികളും മുളപ്പിച്ച പയറും, പിന്നെ തവിട് കളയാത്ത അരി കൊണ്ടുള്ള ചോറും ഒക്കെ ഗർഭിണിക്ക് വളരെ നല്ലതാണ്. കഴിവതും ടിന്നിലടച്ച് കിട്ടുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഉദാഹരണമായിട്ട് ആര് ചോദിച്ചില്ലേ, KFC അത്ര നല്ലതല്ല. ടിന്നിലടച്ചതും ഉണങ്ങിയതുമായ ഭക്ഷണങ്ങൾ ഗർഭിണികൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. KFC തന്നെ ഒരു ലേബലുണ്ട്, ഇറ്റ് ഈസ് നോട്ട് ഗുഡ് ഫോർ പ്രഗ്നൻറ്റ് വിമൻ എന്നുണ്ട്. പിന്നെ പപ്പായ, പൈനാപ്പിൾ, അതെന്നോട് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഗർഭിണികൾക്ക് ഇച്ചിരി പപ്പായ കൊടുക്കാമോ, അല്ലെങ്കിൽ പൈനാപ്പിളിൻ്റെ ഒരു കഷ്ണം കൊടുക്കുക. അതുകൊണ്ട് വലിയ തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. ഈ 2 ഫ്രൂട്ടുകളും നമ്മളുടെ വയറ്റിലെ ദഹന രസങ്ങളെ ഉദ്ദീപിപ്പിക്കുന്നതാണ്. അധികമായാൽ അമൃതും വിഷം എന്ന് ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇതിൻ്റെ നേരെ എടുത്താൽ മതി. ഒരു ശകലം പപ്പായ കഴിച്ചെന്നോ ഒരു ശകലം പൈനാപ്പിൾ കഴിച്ചെന്നോ കരുതി ഒന്നും സംഭവിക്കത്തില്ല. നമ്മളിപ്പം ഭക്ഷണക്രമത്തിൻ്റെ കാര്യം പറഞ്ഞു, ഇടവിട്ട് കഴിക്കണം. കഴിവതും കാർബോഹൈഡ്രേറ്റ് കുറച്ച് പ്രോട്ടീൻ്റെ അളവ് കൂട്ടണം. ഡെയിലി 1 മുട്ടയും 1/2 ലിറ്റർ പാലും കുടിച്ചാൽ പ്രോട്ടീൻ്റെയും കാൽസ്യത്തിൻ്റെയും നമുക്ക് വേണ്ട ആവശ്യകത നിറവേറും. അളവ് ഏകദേശം കറക്റ്റായിട്ട് വരും.
പിന്നെ നമ്മൾ സപ്ലിമെൻറ്റ്സ് ആയിട്ട് കഴിക്കുന്നത് 3 മാസം വരെ ഫോളിക് ആസിഡ് ടാബ്ലറ്റ്സ്, 3 മാസം മുതൽ 4 മാസം മുതൽ കാൽസ്യം അയൺ ടാബ്ലറ്റ്. യാത്രയുടെ കാര്യത്തിലും ആളുകൾക്ക് ഇങ്ങനെ ഒരു സംശയമുണ്ട്. യാത്ര ചെയ്യാമോ ഗർഭാവസ്ഥയിൽ? എങ്ങനെ കൺട്രോൾ ചെയ്യണം? എങ്ങനെ കരുതൽ വേണം? ഇപ്പോൾ ഒരു നോർമൽ പ്രഗ്നൻസി ആണെങ്കിൽ ആദ്യ 3 മാസങ്ങളിലും പിന്നെ അവസാന മാസങ്ങളിലും ഇച്ചിരി യാത്രകൾ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ 3 to 2nd ട്രൈമസ്റ്റർ 3 to 6 മന്ത് നമ്മൾ ഭർത്താവ് ഒന്നിച്ചൊന്നും ഉല്ലാസയാത്രയ്ക്കൊക്കെ പോകുന്നതിനൊന്നും കുഴപ്പമില്ല. അതിനാണല്ലോ ഇപ്പം നമ്മൾ ബേബി മൂൺ എന്നൊക്കെ വിളിക്കുന്നത്. ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിരിക്കുന്ന ഗർഭിണികളുണ്ട്. അതായത് ബാഡ് ഒബ്സ്റ്ററ്റിക് ഹിസ്റ്ററി എന്ന് പറയും. നേരത്തെ ഹിസ്റ്ററി ഓഫ് മാസം തികയാത്ത പ്രസവവേദനയുള്ളവർ, ഗർഭം അലസിയവർ, മറവുള്ള ഗർഭപാത്രത്തിന് താഴെ പിടിച്ചിരിക്കുന്നവർ, അങ്ങനെയുള്ളവരൊക്കെ യാത്ര ഒഴിവാക്കുന്നത് നല്ലതാണ്. അല്ലാത്തവർക്ക് ആയാസകരമില്ലാത്ത ചെറിയ യാത്രകളൊന്നും ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഭർത്താവിൻ്റെ ഒപ്പം യാത്രയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ദാമ്പത്യ ബന്ധം തുടരാവോ അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷൻസ് പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. അത് സാധാരണ ചോദിക്കുന്നതാണ്. ആദ്യത്തെ 3 മാസങ്ങളിലും അവസാന മാസങ്ങളിലും അല്പം ഒന്ന് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ലൈംഗിക ശുചിത്വം അങ്ങേയറ്റം പാലിക്കണം. കാരണം ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ മാസം തികയാത്ത പ്രീടേം ലേബർ, വെള്ളം പൊട്ടിപ്പോകാനുള്ള സാധ്യത ഇതൊക്കെയുണ്ട്. അപ്പം ലൈംഗിക ശുചിത്വം പാലിച്ച് ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് കുഴപ്പമില്ല. പിന്നെ ഞാൻ ആ യാത്രയുടെ കാര്യത്തിൽ പറഞ്ഞ പോലെ ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിരിക്കുന്നത്, മറവുള്ള ഗർഭപാത്രത്തിൻ്റെ താഴെ പിടിച്ചിരിക്കുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ ദാമ്പത്തിക ബന്ധം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ. മെയിനായിട്ടുമുള്ള എക്സർസൈസ് എന്തെങ്കിലും? ഇപ്പം നോർമൽ ഡെലിവറിയാണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. എന്നിരുന്നാലും അതിലേക്ക് അതൊരു സുഗമമാക്കാനുള്ള വ്യായാമ മുറകളൊക്കെ എന്തൊക്കെയാണ്? നമ്മൾ ഗർഭിണിക്ക് ഒരു 8 മണിക്കൂർ ഉറക്കം ആവശ്യമാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് പറ്റുമെങ്കിൽ ഒരു ശകലം നേരം ഒന്ന് കിടന്ന് വിശ്രമിക്കുക. അത് 5 മാസം കഴിഞ്ഞാൽ ഇടതുവശം ചെരിഞ്ഞ് റെസ്റ്റ് എടുക്കുന്നതാണ് നല്ലത്, കിടക്കുന്നതാണ് നല്ലത്. അങ്ങനെ കിടക്കുമ്പോൾ ഗർഭപാത്രത്തിലേക്കും കുഞ്ഞിനുമുള്ള രക്തഓട്ടം നല്ല രീതിയിൽ നടക്കും. എക്സസൈസ് 20 മുതൽ 30 മിനിറ്റ് വരെ വാക്കിങ് വളരെ നല്ലത് തന്നെയാണ്. പിന്നെ നമ്മളുടെ ഇപ്പോഴുള്ള ആൻറ്റിനേറ്റൽ ക്ലാസ്സസിൽ എക്സസൈസിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിൽ യോഗയും ധ്യാനവും ഒക്കെ നല്ലതാണ് ഗർഭിണികൾക്ക്. പിന്നെ ഇപ്പം നമ്മളിപ്പം ഹൈ BP ഉള്ളവർ, ഷുഗർ ഉള്ളവർക്ക് പോലും റെസ്റ്റ് അല്ല പറയുന്നത്, എക്സസൈസാണ് പറയുന്നത്. എക്സസൈസ് ചെയ്യണം. ഇപ്പം നമ്മൾക്ക് ഈ എക്സസൈസ് ഇല്ലായ്മ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ഈ മാരകമായ കോംപ്ലിക്കേഷൻസ്, ആംനിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം, പൾമിനറി എംബോളിസം, ഇതൊക്കെ വളരെ കൂടുതൽ കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈപ്പർ ടെൻഷനും, അതായത് BP കൂടുതലും, ഷുഗർ, പൊണ്ണത്തടി, ഇത് മൂന്നുമാണ് ഈ മാരക പ്രശ്നങ്ങൾക്ക് കാരണമായി പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ളത് കൂടുതലുള്ളത് കൊണ്ട് എക്സസൈസ് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെ. ആയാസകരമല്ലാത്ത രീതിയിൽ എക്സസൈസ് ചെയ്യുക. അതുപോലെ തന്നെ പ്രസവത്തിന് ശേഷം ഫിസിയോതെറാപ്പിയുടെ ഇമ്പോർട്ടൻസ് വളരെ കൂടുതലാണ്. എല്ലാ ഹോസ്പിറ്റലിലും തന്നെ ഇപ്പം ഓബ്സ്റ്ററ്റിക് ആൻഡ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിനോട് അനുബന്ധിച്ച് ഫിസിയോതെറാപ്പി യൂണിറ്റും ഉണ്ട്. അവർ ഡെലിവറി കഴിയുമ്പോൾ എന്ന് എക്സസൈസ് ചെയ്തു തുടങ്ങണം, എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, വിശദമായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വരുന്നൊരു എപ്പിസോഡിൽ അത് ഉൾപ്പെടുത്തുന്നതാവും ഫിസിയോതെറാപ്പി. നമുക്കൊരു ക്ലോസിങ് എന്ന പോലെ ഫാമിലി സപ്പോർട്ട്, പ്രത്യേകിച്ച് ഭർത്താവിൻ്റെ സപ്പോർട്ട് എങ്ങനെ ഒരു ഗർഭകാലത്ത് ഭാര്യയ്ക്ക് കൊടുക്കാം എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ഗർഭം എന്ന് പറഞ്ഞാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം എന്തോ എനിക്ക് വന്നു ഭവിച്ചേ എന്നൊരു ഭയമാണ്. അതല്ല, ഗർഭം എന്ന് പറഞ്ഞാൽ ഗർഭധാരണം, പ്രസവം, ഇതൊക്കെ ദൈവമായിട്ട് സ്ത്രീക്ക് തന്ന വരദാനമാണ്. ഗർഭകാലം ഭയരഹിതമായി ഉന്മേഷഭരിതമായി മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് ഭർത്താവിൻ്റെ സ്നേഹം, വീട്ടുകാരുടെ പരിചരണം, ആൻറ്റിനേറ്റൽ ക്ലാസ്സസ്, ഇതെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു എപ്പിസോഡിലൂടെ ഗർഭിണിയാകാൻ പോകുന്നവരും ഗർഭാവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഒത്തിരി കാര്യങ്ങൾ മീന മാം നമുക്കായി പങ്കുവച്ചു. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് പ്രേക്ഷകർക്ക് പ്രയോജനപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. പ്രാധാന്യമുള്ള മറ്റൊരു എപ്പിസോഡുമായി കാണും വരെ, ദിസ് ഇസ് ആര്യ ബോസ് സൈനിങ് ഓഫ്.